ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ബാലൻ സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരവ് നടത്തിയിട്ടുള്ള നമ്മുടെ ഏവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട നായികയായിട്ടുള്ള നമ്മുടെ ബീന ചേച്ചിയാണ്. സ്വാഗതം ബീന ആന്റണി. നമ്മൾ ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മലയാള സിനിമയിലേക്ക് കുറച്ചും കൂടി ഒരു കാലഘട്ടത്തിന് ശേഷം ഒരു വലിയൊരു കഥാപാത്രം എടുത്തു പറയേണ്ടത് ഷംന എന്ന കഥാപാത്രം എന്നുള്ള ബാലൻ സിനിമയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. എനിക്ക് തോന്നുന്നു ചിദംബരമായിട്ടുള്ള വലിയൊരു അടുപ്പത്തിൻ്റെ പേരിലാണ് ഒരു പക്ഷേ ആ സിനിമ കിട്ടിയിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അടുപ്പത്തിന്റെ കെയർ ഓഫിൽ കിട്ടിയെന്ന് പറയാൻ പറ്റില്ലടാ. എന്താ കാര്യം എന്നറിയോ നദ്ര? ഞാന് അവരായിട്ട് അങ്ങനെ ശരിക്കും പറഞ്ഞ കോണ്ടാക്റ്റിലൊന്നും ഉണ്ടായിരുന്നില്ല. ഈ എന്താണ് മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടർ ഉണ്ടല്ലോ, അത് ചിദംബരമാണെന്ന് ആ ചിദംബരമാണ് എൻ്റെ മകനായിട്ട് അഭിനയിച്ച ചിദംബരം എന്ന് പോലും എനിക്ക് സത്യത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞത് ഈ അടുത്താണ്. അപ്പം എന്നിട്ട് ഞാൻ വെറുതെ തമാശ കുറേ നാളുകൾക്ക് ശേഷം ചിദംബരത്തിന് ഇൻസ്റ്റയിൽ വെറുതെ ഇട്ടിരുന്നു. എന്നാലും എടാ മോനെ നീ എന്നെ മറന്നു കളഞ്ഞല്ലോ, മഞ്ഞുമൽ ബോയ്സിൽ 2-3 അമ്മമാരുണ്ടായിട്ട് ഒരെണ്ണത്തിൽ പോലും നീ എന്നെ കൺസിഡർ ചെയ്തില്ലോ എന്നൊക്കെ തമാശയ്ക്കുള്ളൊരു ചാറ്റിങ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞു അവിടെ കഴിഞ്ഞു. ഞങ്ങൾ ചോദിക്കുകയോ പറയുകയൊന്നും ചെയ്തില്ല. പക്ഷേ ഗണപതിയായിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ എപ്പോഴൊക്കെയോ ചാറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ എൻ്റെ മകനായിട്ട് കുഞ്ഞാലി മരക്കാറിൽ അഭിനയിച്ചതാണല്ലോ. അപ്പം അവനായിട്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചാറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ ചാൻസ് ഒന്നും ചോദിച്ചിട്ടില്ല അവനോട് കേട്ടോ. പക്ഷെ അവൻ ഒരു ദിവസം ഫൈൻ ഡേ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങോട്ട് ചോദിക്കുകയായിരുന്നു, ചേച്ചി ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, ചേച്ചിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, എന്ത് ചോദ്യമാണ് നീ ചോദിക്കുന്നത്? 100% ഞാൻ കാത്തിരിക്കുകയാണ് മോനെ ഒരു കഥാപാത്രം ചെയ്യാൻ തോന്നുന്നു. അങ്ങനെയാണ് ആ ഒരു കോള് വരുന്നതും ഞാനിതിൽ അഭിനയിക്കുന്നതും. തീർച്ചയായിട്ടും ഒരു മലയാള സിനിമ എടുത്തു നോക്കുന്ന സമയത്ത് ഒരു കാലഘട്ടത്തിൽ വളരെ ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്തിരുന്ന ഒരാളായിരുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ സീരിയലുകളിൽ ശക്തമായ പിന്നെ കഥാപാത്രങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു വ്യത്യസ്ത 2 കാലഘട്ടത്തിലൂടെ കടന്നുപോയിട്ടാണ് ഇപ്പം ബാലൻ എന്ന സിനിമയിൽ ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുള്ളത്. അതിലൊരു തിരുത്തുണ്ട്, അതിലൊരു തിരുത്തുണ്ട്. തീർച്ചയായിട്ടും ആദർശക്കുട്ടി, നാദരക്കുട്ടി, തീർച്ചയായിട്ടും പറഞ്ഞു കേൾക്കാം. അത് പറയട്ടെ, എന്താ അറിയോ, വളരെ ശക്തമായ കഥാപാത്രങ്ങളൊന്നും ഞാൻ സിനിമയിൽ ചെയ്തിട്ടില്ല. സീരിയൽ ഓഫ് കോഴ്സ് ഞാൻ സമ്മതിക്കാം, ഒരുപാട് സ്ത്രീ ഓറിയന്റഡ് ആയിട്ടുള്ള ശക്തമായ കഥാപാത്രങ്ങൾ സീരിയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അല്ലാതെ സിനിമയിൽ ചെയ്ത ഈ 10-40ഓളം സിനിമകളും ക്യാരക്ടേഴ്സ് ചെയ്തു എന്നുള്ളൂ. അല്ലാണ്ട് ഭയങ്കര ഇപ്പം ഈ ഷംനാത്ത പറയുന്നത് പോലെ ഒരു എടുത്ത് പറയാവുന്ന പെർഫോമൻസ് കാഴ്ചവെക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. അങ്ങനെ ശക്തമായ കഥാപാത്രങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഇതെനിക്കൊന്നിന് ഫസ്റ്റ് ടൈം തന്നെയായിരിക്കും. ഉറപ്പായിട്ടും അങ്ങനെ ഒരു നമുക്കൊരു കഴിവുണ്ടായിട്ടും ഒരു പക്ഷേ മലയാള സിനിമ കൃത്യമായി പരിഗണിക്കാതെ പോയൊരു ആളുകളുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ ബീന ചേച്ചിൻ്റെ പേരെടുത്ത് പറയേണ്ടി വരും. കാരണം അഭിനയത്തിൻ്റെ സാധ്യത വളരെ കൃത്യമാണ്. എനിക്ക് തോന്നുന്നു ഈ നെഗറ്റീവ് റോളുകൾ ചെയ്യാൻ കുറച്ചും കൂടി പ്രയാസമുണ്ടെന്ന് നമ്മൾ എല്ലാ കാലത്തും ഈ നമ്മൾ അഭിനയിച്ച ആളുകളൊക്കെ തന്നെ പറയാറുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ മലയാള സിനിമ തന്നെ കുറച്ചും കൂടി ഉപയോഗിക്കാമായിരുന്നു, പക്ഷേ ആ സാധ്യത ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത്? അത് ആ ഒരു പ്രയോഗമല്ല, എന്നെ ഉപയോഗപ്പെടുത്തിയില്ല എന്നൊന്നുമല്ല. എനിക്ക് ഞാനിപ്പോൾ റൈറ്റ് ടൈമിൽ എനിക്ക് നല്ലൊരു കാരണം ഇതുവരെ ഞാൻ സീരിയലിൽ ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു. എനിക്ക് മോൻ്റെ വളർച്ച പ്രശ്നങ്ങളൊക്കെ കാരണം ഞാൻ ശരിക്കും പറഞ്ഞ് ഇപ്പം എനിക്കൊരു അമ്മ എന്ന നിലയിൽ ഞാൻ ഇവിടെ വേണമായിരുന്നു. പിന്നെ എൻ്റെ അമ്മയെ കൂടെ നഷ്ടപ്പെട്ടതോടുകൂടി ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫാമിലി ടേക്ക് കെയർ ചെയ്യാൻ ഞാൻ മസ്റ്റായിട്ട് ഇവിടെ നിന്നേ പറ്റും. അപ്പോൾ സീരിയൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ പ്രശ്നങ്ങളില്ല. ആ ഒരു നിശ്ചിത ദിവസങ്ങളിൽ പോവുക, അപ്പം തന്നെ വീട്ടിൽ വരാം, എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാം, അങ്ങനെയായിരുന്നു. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ചിലപ്പോൾ വലിയ കഥാപാത്രമാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾ മാറി നിൽക്കേണ്ടവരും ദൂരേക്ക് പോകേണ്ടവരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്തിട്ടുമില്ല, മനസ്സിലായി. ഞാനൊരിടയ്ക്ക് ഇങ്ങനെ വന്നതിന് ശേഷം പിന്നെ ഞാൻ ഒരിക്കൽ പോലും അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റൈറ്റ് ടൈമിലാണ് എനിക്ക് ഗണപതി ഒരു വിഘ്നേശ്വരൻ്റെ രൂപത്തിൽ ഗണപതി തന്നെ എനിക്കത് ബ്രേക്ക് ചെയ്തിട്ട് എനിക്കിങ്ങനെ ഒരു ക്യാരക്ടർ തന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ റിഗ്രറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഇനി എനിക്ക് കിടക്കുകയല്ലേ സമയം. കാരണം നല്ല സീരിയസ് അല്ലെങ്കിൽ നല്ല ക്യാരക്ടർ റോൾസ് ചെയ്യാൻ ഇനി എന്തുമാത്രം ടൈം കിടക്കുന്നു. അപ്പം ഇനി വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, പ്രാർത്ഥന. അത് കഴിവുകൾക്ക് അപ്പുറത്തേക്ക് നമുക്കൊരു സമയം എന്നുള്ളത് വലിയൊരു കാര്യമാണ് ചേച്ചി. ഒരു പക്ഷേ അത് പറഞ്ഞിട്ടുമുണ്ട് പലയിടത്തും, സമയം കുറച്ചും കൂടി കൃത്യമായി വരുന്ന സമയത്തായിരിക്കും നമുക്കൊരു ഭാഗ്യം കൊണ്ട് അവസരങ്ങൾ കിട്ടുന്നതെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഷംന എന്നുള്ള കഥാപാത്രം ഒരു പക്ഷേ പ്രേക്ഷകർ സ്വീകരിച്ചു എന്നുള്ളത് വലിയ സന്തോഷം, ഏറ്റവും വലിയ കാര്യം. നാദറ, അതെ, തീർച്ചയായിട്ടും അതിൽ ഞാൻ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. സമയം ആണ് ഏറ്റവും, ഒരു മനുഷ്യൻ്റെ ടൈമിലാണ്
നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. നമ്മൾ ആ കൃത്യമായിട്ട് നമ്മളെ ചൂസ് ചെയ്യാനും നമ്മളെ വിളിക്കാനൊക്കെ ഒരു തോന്നുന്നൊരു ടൈം ഉണ്ടല്ലോ, അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതാണ് വലിയ ഫാക്ടർ. അല്ലാതെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സീരിയലിൽ എനിക്ക് എൻ്റെ ഓവർ എക്സ്പോഷർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പലപ്പോഴൊക്കെ പല ഡിസ്കഷനിലും ഇതേപോലെ എല്ലാവരും എന്നോട് ചോദിക്കും, എന്നാലും ബീന ചേച്ചിയൊക്കെ സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ വരാത്തതിൽ ഭയങ്കര അതിശയം തോന്നുന്നത് എപ്പോഴും എല്ലാവരും പറയുന്നതാണ്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ടൈമായിട്ടുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ദാസ എന്ന് പറയുന്നത്. എനിക്കൊരു ടൈം വന്നത് ഇപ്പോഴാണ്, റൈറ്റ് ടൈം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ ഷംനത്ത് എന്നുള്ളൊരു കഥാപാത്രം മലയാളി പ്രേക്ഷകർ സ്വീകരിച്ചു എന്നുള്ളത് മാത്രമല്ല, അത് വലിയ രീതിയിൽ ഇനി ശക്തമായി തന്നെ ഒരു പക്ഷേ എനിക്ക് കുറേ കാലഘട്ടം സംസാരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ബാലെന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫ്രെയിമിൽ കാണാൻ പറ്റുന്നതും ഷംനത്തയുടെ കഥാപാത്രങ്ങളെയാണ്. ഒരു പക്ഷേ അത്തരമൊരു പ്രേക്ഷകരുമായിട്ട് അടുത്ത് നിൽക്കുന്ന സമയത്ത്, സിനിമ കാണാൻ പോകുന്ന സമയത്തും മറ്റ് അവസരങ്ങളിലൊക്കെ തന്നെ വലിയ ആർപ്പുവിളികൾ നമ്മൾ കാണാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്ത് തോന്നി അത് കണ്ടപ്പോൾ? ഒരു പക്ഷേ പ്രേക്ഷകരുടെ കൂടെ ആ സിനിമ കണ്ട സമയത്തൊക്കെ ഭയങ്കര സന്തോഷം. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആ കഥാപാത്രത്തിൻ്റെ അക്സെപ്റ്റൻസ്, അത് അവരത്രമാത്രം നമ്മുടെ പ്രേക്ഷകരെ മനസ്സിലേക്ക് ഇടിച്ച് കയറിയിട്ടുണ്ട് എന്ന് ഞാനത് ഫീൽ ചെയ്യുന്നത് എൻ്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോഴും ഉണ്ടായിരുന്ന എൻ്റെ ഷംനാത്താന്ന് വിളിച്ചപ്പോൾ കേട്ട ഒരു ഹരവും ആ ഒരു ബഹളമൊക്കെ എനിക്ക് അപ്പോഴാണ്, അയ്യോ ഈശ്വര, എൻ്റെ ഷംനാത്ത ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്, അവരതിനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞത്. അതൊരു ഭയങ്കര എന്താ പറയുക, ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം തരുന്ന ഒരു നിമിഷമാണ്. കാരണം കാത്തിരുന്ന എൻ്റെ ഒരു പ്രാർത്ഥനയും എൻ്റെ ഭയങ്കരമായ ആഗ്രഹവും കൊണ്ട് എനിക്കൊരു കഥാപാത്രം കിട്ടി. അത് ഏറ്റവും വലിയ കാര്യം. ഒരു കഥാപാത്രം കിട്ടുക എന്നല്ല, അത് ആ പടം ഓടുക, ആ കഥാപാത്രം ശ്രദ്ധിക്കപ്പെടുക, ഈ രണ്ട് കാര്യമുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളായിരുന്നു എനിക്ക് ഇത്രയും നാളും. കുറേ നാളായി ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട്. ഞാനിങ്ങനെ മനസ്സിൽ എന്നും എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന, ഈ പടം നന്നായിട്ട് ഓടണം, ഒരുപാട് പേരിൽ കാണണം, അത് എൻ്റെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെടുകയും വേണം. അതാണ് എനിക്ക് സന്തോഷം ഒരുപാട് തന്നത്. ഒരുപാട് പേര് ആ ഒരു ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയതിപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു 1-2 തിയേറ്ററിലൊക്കെ. അപ്പോൾ പടം കഴിഞ്ഞിട്ട് ഷംനാത്ത വെൻചിച്ചി എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു റിയാക്ഷനായിരുന്നു. തീർച്ചയായും ഒരുപാട് സന്തോഷം. ഒരു പക്ഷേ അടുപ്പമുള്ള മനുഷ്യരെ സംബന്ധിച്ച് ഇപ്പം ബീന ചേച്ചിയുമായിട്ട് എനിക്കുള്ള ഒരു അടുപ്പം വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ആ പടത്തിലേക്ക് ഷംനത്ത് എന്നുള്ള കഥാപാത്രം അസാധ്യമായിട്ട് അഭിനയിക്കാൻ ഒരു പക്ഷേ ബീന ചേച്ചിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രമായിട്ട് തന്നെ അതിപ്പോൾ ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരു പക്ഷേ ആ സിനിമയുടെ സെറ്റിനകത്ത് വളരെ കംഫർട്ടബിളായിട്ട് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഗണപതിയും ചിദംബരവും ഒക്കെ വളരെ കുട്ടിയായിരുന്ന സമയത്ത് ഒപ്പം ലൈഫിനൊരു ജേണിയിലുണ്ടായിരുന്ന ആൾക്കാരാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ കംഫർട്ട് സോണിനെ നമുക്കത് സിനിമയുടെ കഥാപാത്രത്തിലെ ഒരു കംഫർട്ടബിൾ അഭിനയത്തിന് സാധ്യത ഒരുക്കിയിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും അത് വലിയൊരു ഘടകമാണ്. ഇപ്പോൾ ജോഷി സാറിനെ പോലെയോ അങ്ങനെ, അല്ലെങ്കിൽ സത്യനന്ദിക്കാട് സാറിനെ പോലെയൊക്കെയുള്ള വലിയ മഹാരഥന്മാരായിട്ടുള്ള ഒത്തിരി സീനിയേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ആണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇത്ര ഒരു കംഫർട്ട് സോൺ കിട്ടണമെന്നില്ല. ഞാൻ കുറേയും കൂടി ഭയക്കും. പക്ഷേ പിള്ളേരായതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു. ആദ്യം ഇത്തിരി അല്ലാതെ തന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇത്ര വർഷത്തിന് ശേഷം സിങ് സൗണ്ട് ആണെന്ന് പറഞ്ഞപ്പോഴും പിന്നെ ഇത് ഒറ്റ ഷോട്ടിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കുറേ ഭയങ്കര ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഓവർകം ചെയ്തു. എനിക്ക് കുറേ നല്ല റിഹേഴ്സലും ഒക്കെ തന്നു. പിന്നെ ഈ പിള്ളേരായതുകൊണ്ട് അത് വേറൊരു വൈബിലാണ് കുട്ടികൾ അവിടെ വളരെ സീരിയസ് ആയിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അത് വേറെ കാര്യം. ഗണപതി ആണെങ്കിലും ചിദംബരമൊക്കെ ആണെങ്കിലും വളരെ ഇതിൻ്റെ സമയത്തൊക്കെ അവർ വളരെ സീരിയസ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളെയും വ്യക്തമായിട്ട് എത്ര കണ്ട് അതിൻ്റെ കുറവുകളും കാര്യങ്ങളും ഒക്കെ തിരുത്തിയല്ലേ അവർ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ മക്കളുടെ ഇതുള്ള പിള്ളേരായതുകൊണ്ട് എനിക്കെന്തോ അതൊരു വലിയൊരു കംഫർട്ട് സോണാണ്. നാദര പറഞ്ഞ പോലെ എനിക്കതൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഭയങ്കര ഫ്രീഡം ആയിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ആദ്യത്തെ ആ ഒരു കടമ്പ അങ്ങനെ ഞാൻ ഈസി ആയിട്ട് കടന്നു എന്ന് പറയാം. തീർച്ചയായിട്ടും ഒരു സിനിമയിലെ ഒരു നല്ല അഭിനയം കാഴ്ചവെക്കുന്ന സമയത്ത് കൂടെ അഭിനയിച്ച മുൻപുണ്ടായിരുന്ന ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമയിൽ മറ്റു പ്രമുഖരോ ഒക്കെ ഒരു പക്ഷേ വിളിച്ച് അഭിനന്ദിക്കുന്ന ഒരു സാധ്യതയൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെ ഒരു ആരെങ്കിലും വിളിക്കുകയോ ആശംസ പറയുകയോ അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ കൺഗ്രാജുലേഷൻസ് പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഒത്തിരി പേര് വിളിച്ചു. ഒത്തിരി പേര് വിളിച്ചു എന്നെ. ഞാൻ ഇതുവരെ വർക്ക് ചെയ്യാത്ത ആർട്ടിസ്റ്റുകൾ, പിന്നെ ടെക്നീഷ്യൻസ്, പിന്നെ എൻ്റെ ഇൻസ്റ്റയിൽ ഒരുപാട് പേരുടെ
ഞാനിപ്പോൾ യാതൊരു കോണ്ടാക്ട്, കാരണം ഞാൻ പുതിയ തലമുറയായിട്ടൊന്നും എനിക്ക് അത്ര ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ എത്രയോ വർഷം മുന്നേ അഭിനയിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നാണെങ്കിലും വേറെ വേറെ പല പല മാധ്യമങ്ങളിൽ നിന്നാണെങ്കിലും എൻ്റെ ഫാൻസ് ആണെങ്കിലും എൻ്റെ കോ ആർട്ടിസ്റ്റുകളാണെങ്കിലും വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് വിളിക്കുന്നതും പറയുന്നതും. ഓ ബീന ചേച്ചി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അതിൻ്റെ കൂടെ പറയുന്നൊരു കാര്യമുണ്ട്, ഒത്തിരി സന്തോഷം തോന്നി. കാരണം ചേച്ചിയൊക്കെ ഇങ്ങനെ ഒരു കഥാപാത്രത്തിൽ ചെയ്ത് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നും പറഞ്ഞാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഒത്തിരി കോൾസ് വന്നു. എനിക്ക് പേരെടുത്ത് ഞാൻ പറയണതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ടും ഒക്കെ. ഫസ്റ്റ് നമ്മുടെ ഷോ കഴിഞ്ഞിട്ട് ആസിഫ് അലി പറഞ്ഞത് തന്നെ, ചേച്ചി ഇനി ധൈര്യമായിട്ടിരുന്നോ, ഒരുപാട് കോളുകൾ ചേച്ചിക്ക് വരേണ്ടി വരും. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളും നമുക്കൊരു പ്രതീക്ഷയാണ്. ഒരു സിനിമ കഴിഞ്ഞാൽ നമുക്ക് ഈ സിനിമയുടെ കഥാപാത്രം വളരെ വിജയകരമായിട്ട് പ്രേക്ഷകരുടെ ഇടയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അടുപ്പിച്ച് നമുക്കൊരു സിനിമ അവസരങ്ങളുടെ സാധ്യത വളരെ കൂടുതലാണ്. ഒരു പക്ഷേ മലയാള സിനിമ അങ്ങനെ കുറേ ആളുകളെ രക്ഷപ്പെടുത്തിയ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയുടെ വക്കീലാണ് ഒരു പക്ഷേ ബീന ചേച്ചി ഇപ്പോൾ ഉള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വലിയൊരു സന്തോഷമല്ലേ? തീർച്ചയായിട്ടും 100% ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. എനിക്കിനി ഇതുപോലുള്ള വെറൈറ്റി കഥാപാത്രങ്ങൾ ഇനിയും എന്നെ തേടി വരും എന്ന് ഞാൻ 100% വിശ്വസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എല്ലാവരുടെയും, നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും ബ്ലെസ്സിങ്സും ഒക്കെ കൂടി ഉണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ കൺസിഡർ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പൊ ഈ സീരിയൽ അഭിനയത്തിൽ ഒരു പക്ഷേ കുറേ കാലം, ഒരു നീണ്ട വർഷം അവിടെ ഒരു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.